ഹായ് ഫ്രണ്ട്സ്, ഞാൻ അബൂബക്കർ, JI ഫിറ്റർ, ഗവൺമെൻറ് ITI മലമ്പുഴ. നമ്മൾ ഇന്നിവിടെ നോക്കുന്ന ടോപ്പിക് FRL യൂണിറ്റാണ്. FRL യൂണിറ്റ് എന്താണ്? FRL യൂണിറ്റ് പേരിലെ F ഫിൽറ്ററിനെയും R റെഗുലേറ്ററിനെയും L ലൂബ്രിക്കേറ്ററിനെയും സൂചിപ്പിക്കുന്നു. FRL assemblies are prepackaged or modular assemblies of air filters, pressure regulators and lubricators. എയർ ഫിൽറ്റർ, പ്രഷർ റെഗുലേറ്റർ, അതുപോലെ തന്നെ ലൂബ്രിക്കേറ്ററും കൂടെ ചേർന്ന് ഒറ്റ അസംബ്ലിനെയാണ് നമ്മൾ FRL യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ആവശ്യകത? എയർ ലീവിംഗ് എ കംപ്രസർ ഈസ് ഹോട്ട്, ഡർട്ടി ആൻഡ് വെറ്റ് and can cause damage to equipment and tool if it is not filtered. നമുക്കറിയാം, കംപ്രസറിൽ നിന്ന് വരുന്ന എയർ ഹോട്ട്, ഡേർട്ടി, അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും, വെറ്റായിരിക്കും. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്യുപ്മെൻറ്റ് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എയർ ഒഴിച്ച് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ക്ലീൻ ആക്കിയാലാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയാണ് FRLൻ്റെ പ്രസക്തി. ചിത്രത്തിൽ കാണുന്നതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു FRL യൂണിറ്റ്. അതിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നതാണ് ഫിൽറ്റർ, അതിൻ്റെ അടുത്തായിട്ട് റെഗുലേറ്റർ, റൈറ്റ് സൈഡായിട്ടുള്ളത് ലൂബ്രിക്കേറ്ററുമാണ്. റെഗുലേറ്ററിൽ നമുക്കൊരു പ്രഷർ ഗേജ് ഘടിപ്പിച്ചിട്ടുള്ളത് കാണാം. യൂണിറ്റിൽ നിന്നും പുറത്തു പോകുന്ന എയറിൻ്റെ പ്രഷറാണ് അതിൽ കാണിക്കുക. അതുപോലെ തന്നെ കംപ്രസറിൽ നിന്ന് വരുന്ന എയർ നമ്മൾ ഫിൽറ്ററിലേക്കാണ് കണക്ട് ചെയ്യുക. അതായത് യൂണിറ്റിൻ്റെ ഇൻലെറ്റ് ഫിൽറ്റർ ആയിരിക്കും. അതിനുശേഷം എയർ ഫിൽട്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നത് ലൂബ്രിക്കേറ്ററിൽ നിന്നായിരിക്കും. അതായത് യൂണിറ്റിൻ്റെ ഔട്ട്ലെറ്റ് ലൂബ്രിക്കേറ്റർ ആയിരിക്കും. ഫിൽറ്റർ എന്താണ്? ഫിൽറ്റർ എന്ന് നോക്കാം. The filter cleans compressed air by trapping solid particles and separating liquids such as oil and water that are trapped in the compressed air. നമുക്ക് കംപ്രസറിൽ നിന്ന് വരുന്ന എയർ നേരത്തെ പറഞ്ഞു ഹോട്ട്, ഡേർട്ടി ആൻഡ് വെറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഈ ഡസ്റ്റ് അതുപോലെ തന്നെ മറ്റ് സോളിഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും, ചെറുതായിരിക്കും. അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മൾ കംപ്രസറിൽ ലൂബ്രിക്കേഷൻ കൊടുക്കേണ്ട ഓയിൽ. അപ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസും എയറിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. They remove contaminants from pneumatic systems, preventing damage to equipment and reducing production losses due to contaminant related downtime. അപ്പോൾ നമുക്ക് ഈ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ചെറിയ ഹോൾസ് അല്ലെങ്കിൽ പോർട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സോളിഡ് കണ്ടന്റ് ഒക്കെ അതിനകത്ത് കയറി അതിൽ അടിഞ്ഞുകൂടുകയാണെങ്കിൽ നമുക്കത് എക്യുപ്മെൻറ്റ് ഡാമേജ് ആവാനും അല്ലെങ്കിൽ വർക്ക് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫിൽറ്റർ ഉപയോഗിക്കുന്നത് വഴി അത് റിപ്പയർ ചെയ്യേണ്ട ടൈം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം കംപ്ലൈൻറ്റ് ആവുന്നില്ല, ഈ ഡസ്റ്റ് പാർട്ടിക്കിളെല്ലാം റിമൂവ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത് വഴി അങ്ങനെ നമുക്ക് പ്രൊഡക്ഷൻ ലോസ് ഒഴിവാക്കാൻ സാധിക്കും. ഒരു ബേസിക് ഫിൽറ്ററിൻ്റെ ചിത്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മധ്യവശത്തായി കാണുന്ന ക്ലീനബിൾ പോറസ് ബ്രോൺസ് എലമെൻറ്റ്, അതാണ് ഇതിലെ ഫിൽറ്റർ എലമെൻറ്റ്. അതിൽ പറയുന്ന പോറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചെറിയ ഹോൾസ് ഉണ്ടാവും എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ അതുപോലെ തന്നെ ബ്ലൂ ആരോ മാർക്കായി കൊടുത്തിട്ടുള്ളതാണ് എയർ ഫ്ലോൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡായിട്ട് നോക്കിയാൽ വെറ്റ് എയർ എൻഡേഴ്സ് എന്ന് കാണാം. അവിടെയാണ് നമ്മൾ എയർ കംപ്രസറിൽ നിന്ന് വരുന്ന എയർ ഇൻലെറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ആ എയർ നേരെ വന്ന് അവിടുന്ന് താഴേക്ക് ഇറങ്ങി വശങ്ങളിലൂടെ കയറി നമ്മുടെ ഫിൽറ്ററിനകത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് നേരെ മേലേക്ക് പോയിട്ട് പുറത്തേക്ക് പോകുന്നു. അപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു ഫിൽറ്ററിൻ്റെ ചുറ്റുമായിട്ട് ഒരു കറങ്ങുന്ന ആക്ഷൻ എയറിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫിൽറ്ററിനകത്തു കൂടിയാണ് കയറി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഫലമായിട്ട് നമുക്ക് ഈ മോയ്സ്ചർ കണ്ടന്റും അതുപോലെ തന്നെ സോളിഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പുറത്ത് ഔട്ട്ലെറ്റിലേക്ക് വരുന്നത് ഡ്രൈ എയറും
അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള എയറും ആയിരിക്കും. Pressure regulators. Pressure regulators control fluid pressure in compressed air systems. Regulators are also known as pressure reducing valves. പ്രഷർ റെഗുലേറ്റർ എന്ന് പറയുന്നത് ഒരു വാൾവ് തന്നെയാണ്. നമ്മുടെ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ പ്രഷർ കൺട്രോൾ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. പ്രഷർ റെഡ്യൂസിങ് വാൾവ്സ് എന്നും ഇത് അറിയപ്പെടാറുണ്ട്. Pressure regulators maintain a constant output pressure regardless of input pressure variations and demands made on the system by downstream components. അപ്പോൾ പ്രഷർ റെഗുലേറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്? അതായത് നമുക്ക് ഔട്ട്പുട്ടിൽ ഒരു കോൺസ്റ്റന്റ് പ്രഷർ തരിക എന്നുള്ളതാണ് ഈ പ്രഷർ റെഗുലേറ്ററിന്റെ ദൗത്യം. അപ്പോൾ നമുക്ക് കംപ്രസറിൽ നിന്ന് വരുന്ന പ്രഷർ ചിലപ്പോൾ കൂടുതലായിരിക്കും, നമ്മുടെ എക്യുപ്മെന്റിന് ചെറിയ പ്രഷർ മതി എന്നുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് എത്രയാണോ ഔട്ട്പുട്ടിൽ പ്രഷർ കിട്ടേണ്ടത് അത് നമുക്ക് ഈ പ്രഷർ റെഗുലേറ്ററിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതേ ലെവലിൽ തന്നെ അത് തുടർന്നുകൊണ്ടിരിക്കും. ഇൻപുട്ട് പ്രഷർ കൂടിയാലും അതുപോലെ തന്നെ നമ്മൾ എക്യുപ്മെന്റ് വർക്ക് സ്റ്റോപ്പ് ചെയ്താലും ഇതിനെ ബാധിക്കില്ല. നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കും. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രഷർ റെഗുലേറ്ററിന്റെ ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് വാൾവ് അസംബ്ലി, അതുപോലെ എയർ ഇൻലെറ്റ് കാണാം, എയർ ഔട്ട്ലെറ്റ് കാണാം, അതുപോലെ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ കാണാം. അപ്പോൾ ഈ സ്ക്രൂ നമുക്ക് തിരിച്ചിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് പ്രഷർ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ഈ സ്ക്രൂ തിരിച്ച് ഒരു പ്രഷർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. ആ സെറ്റ് ചെയ്ത പ്രഷർ തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എയർ ഇൻലെറ്റ് കൊടുക്കുന്നത്, അതായത് കംപ്രസറിൽ നിന്ന് വരുന്ന പ്രഷർ ഒരു 10 ബാർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന മാക്സിമം പ്രഷർ 10 ബാർ ആയിരിക്കും. അതേപോലെ നമുക്ക് മിനിമം പ്രഷർ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ റെഗുലേറ്ററിന് അനുസരിച്ചായിരിക്കും. ചിലപ്പോൾ 1 ബാർ ആവോ, അല്ലെങ്കിൽ 2 ബാർ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ 2 തൊട്ട് 10 ബാർ വരെ, 2 മുതൽ 10 ബാർ വരെയുള്ള റേഞ്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ ഇതിൽ സാധിക്കും. അതാണ് ഇതിന്റെ ഉപയോഗം. Lubricators. Lubricators add controlled quantities of oil into the compressed air system to reduce the friction between moving components within air tools and other equipments that are powered by the system. നമ്മൾ ഈ എയർ ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്ന മെഷീൻസ് ആയാലും എക്യുപ്മെന്റ്സ് ആയാലും അതിനെല്ലാം മൂവിങ് കമ്പോണൻസ് ഉണ്ടാവും. അപ്പോൾ മൂവിങ് കമ്പോണൻസിലൊക്കെ നമുക്ക് അറിയാം ഫ്രിക്ഷൻ ഉണ്ടാവും, അതുവഴി നമുക്ക് ലോസസ് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ലൂബ്രിക്കേഷൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന എയറിൽ കൂടെ തന്നെ ഈ ലൂബ്രിക്കൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലൂബ്രിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നിശ്ചിത എമൗണ്ടിലുള്ള ലൂബ്രിക്കൻറ്റിനെ ഈ ലൂബ്രിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് എയറിൽ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. The use of an airline lubricator solves the problem of too much or too little lubrication that arises with conventional lubrication methods such as a grease gun or oil. ഇപ്പോൾ നമ്മൾ സാധാരണ കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മാനുവലായിട്ട് കൊടുക്കുന്ന ഒരു മെത്തേഡ്. അപ്പോൾ അതിൽ ലൂബ്രിക്കേഷൻ കൂടാനോ കുറയാനോ ചാൻസ് ഉണ്ട്. കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റേജും അതുപോലെ തന്നെ അത് എയറിൽ മിക്സ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൂബ്രിക്കേഷൻ ചെയ്യുന്നത് കൊണ്ട് ഗുണമില്ലാതാവും. ഈ ഫ്രിക്ഷൻ കുറയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തേയ്മാനം ഉണ്ടാവാനും ഡാമേജ് ആവാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ എയർലൈൻ ലൂബ്രിക്കേറ്റർ ആകുമ്പോൾ നമുക്ക് അതിൽ എത്ര എമൗണ്ട് ഓയിൽ അല്ലെങ്കിൽ ലൂബ്രിക്കേറ്ററിൻ്റെ ആണ് കൊടുക്കേണ്ടതെന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ അത് ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ കറക്റ്റ് എമൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ഓയിൽ കഴിയുമ്പോൾ അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരു ബേസിക് ആയിട്ടുള്ള ലൂബ്രിക്കേറ്ററിന്റെ ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ മേലെ ഫീഡ് റേറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാണാം. അതൊരു സ്ക്രൂ പോലെയാണ്. അത് തിരിച്ച് നമുക്ക് എത്ര എമൗണ്ട് ആണ് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ലൂബ്രിക്കൻ്റ് ആണ് സപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻലെറ്റിൽ നമ്മൾ റെഗുലേറ്ററിൽ നിന്ന് വരുന്ന എയർ ആണ് കൊടുക്കുന്നത്.
അപ്പോൾ അതിൽ നമുക്ക് കാപ്പിലറി ട്യൂബ് കാണാൻ പറ്റും. നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിൽ അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ് ഈ കാപ്പിലറി ട്യൂബ് വഴി റേസ് ആയിട്ടാണ് എയറിൽ മിക്സ് ആവുന്നത്. അതിൻ്റെ നടുക്കായിട്ട് വെഞ്ചറി കാണാം. ഈ വെഞ്ചറിയാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. ഈ വെഞ്ചറിൻ്റെ ഫലമായിട്ട് നമ്മൾ ഈ പ്രഷറിൽ വരുന്ന എയർ വെഞ്ചറിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി കൂടുകയും പ്രഷർ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവിടെ പ്രഷർ കുറയുന്നതിൻ്റെ ഫലമായിട്ടാണ് താഴെയുള്ള ഓയിൽ മേലേക്ക് കയറി പോകുന്നത്. പ്രഷർ കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ലൂബ്രിക്കൻ്റ് ഫ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫ്ലോ ആവുന്ന ഓയിൽ എയറിൽ ഒരു മിസ്റ്റ് രൂപത്തിൽ മിക്സായി നേരെ ഔട്ട്ലെറ്റിലേക്ക് പോകുന്നു. നമുക്കിതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ജനറൽ പർപ്പസ് റെഗുലേറ്റേഴ്സ്, ഹൈ പ്രഷർ റെഗുലേറ്റേഴ്സ്, ലോ പ്രഷർ റെഗുലേറ്റേഴ്സ്, differential or bias regulators, pressure reducing valves. General purpose regulators. They are designed for typical industrial use. They generally operate only above atmospheric pressure. സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന റെഗുലേറ്ററിനെയാണ് നമ്മൾ ജനറൽ പർപ്പസ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ എബോവ് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. അതായത് 1 ബാർ 1.03 ബാറിന് എബോവ് ആയിരിക്കും ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രഷർ. ഹൈ പ്രഷർ റെഗുലേറ്റർ. ഹൈ പ്രഷർ റെഗുലേറ്റേഴ്സ് ആർ റേറ്റഡ് ഫോർ ഇൻലെറ്റ് പ്രഷർ ഹയർ ദാൻ ജനറൽ പർപ്പസ്, ടൈപ്പിക്കലി ഓവർ 1000 PSI. ഈ 1000 PSIൻ്റെ മേലെയുള്ള പ്രഷറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഹൈ പ്രഷർ റെഗുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ പർപ്പസ് എന്ന് പറയുമ്പോൾ ഈ 1000 PSIൻ്റെ താഴെയായിരിക്കും. അതേപോലെ ഇത് ഇൻലെറ്റ് പ്രഷറാണ് പറയുന്നത്. അതായത് റെഗുലേറ്ററിൽ കൊടുക്കുന്നതാണ് 1000 PSIൻ്റെ എബോവ് ആയിരിക്കും പ്രഷർ. അതിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ 1000 PSIൻ്റെ താഴെ നമ്മൾ എത്രയാണോ റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത് ആ പ്രഷറായിരിക്കും അതിൻ്റെ ഔട്ട്ലെറ്റിൽ ലഭിക്കുന്നത്. ലോ പ്രഷർ റെഗുലേറ്റേഴ്സ്. ലോ പ്രഷർ റെഗുലേറ്റേഴ്സ് ഹാവ് സ്പെഷ്യൽ ഡിസൈൻ ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ പ്രിസൈസ് കൺട്രോൾ ഓഫ് പ്രഷേഴ്സ്, ടൈപ്പിക്കലി ബിലോ 15 to 20 PSI. ഇതിൽ 15 PSI എന്ന് പറയുന്നത് 1.03 ബാർ അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഈ 20 PSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.4 ബാറേ വരുള്ളൂ. അത്രയും ചെറിയ പ്രഷറിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രിസൈസ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്രഷർ വേരിയേഷൻസ് നമുക്ക് ഈ റെഗുലേറ്ററിൽ വരുത്താൻ സാധിക്കും. അപ്പോൾ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ ഓർ ബയാസ് റെഗുലേറ്റേഴ്സ്. Differential regulators maintain a pressure differential between two locations in the system. നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം റെഗുലേറ്ററിന് ഒരു ഔട്ട്ലെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻലെറ്റിൽ ഒരു പ്രഷർ കൊടുക്കുന്നു, ഔട്ട്ലെറ്റിൽ നമ്മൾ ആവശ്യമായ പ്രഷർ സെറ്റ് ചെയ്തിട്ട് ആ പ്രഷർ മാത്രം എടുക്കുന്നു. അതിന് പകരം നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഒരു പ്രഷറിന് പകരമായിട്ട് 2 പോയിന്റുകൾ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് സെറ്റ് ചെയ്യേണ്ടി വരും. അതായത് 2 പോയിന്റ് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് ആയിരിക്കും നമുക്ക് ഈ റെഗുലേറ്ററിൽ സെറ്റ് ചെയ്യേണ്ടി വരിക. അല്ലാതെ ഇത്ര പ്രഷർ ഒരു ഭാഗത്തു നിന്നായിരിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഓർ ബയാസ് റെഗുലേറ്റർ. പ്രഷർ റെഡ്യൂസിംഗ് വാൾവ്സ്. പ്രഷർ റെഡ്യൂസിംഗ് വാൾവ്സ് പ്രൊവൈഡ് എ സബ് സർക്യൂട്ട് വിത്ത് എ സപ്ലൈ ഓഫ് ഫ്ലൂയിഡ് അറ്റ് എ പ്രഷർ ദാറ്റ് ഈസ് ലെസ് ദാൻ ദ പ്രഷർ ഇൻ ദ മെയിൻ സർക്യൂട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഗുലേറ്ററിന് PRV എന്നുള്ളൊരു പേരും കൂടി ഉണ്ടെന്ന്. അതായത് പ്രഷർ റെഡ്യൂസിങ് വാൾവ്സ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻലെറ്റിൽ കൊടുക്കുന്ന പ്രഷറിനേക്കാളും കുറവായിരിക്കും എപ്പോഴും നമ്മൾ ഔട്ട്ലെറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രഷർ. അപ്പോൾ നമുക്ക് പ്രഷർ കുറയ്ക്കാനാണ് സാധാരണയായിട്ട് ഈ റെഗുലേറ്റർ ശരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയുന്നത് മെയിൻ സർക്യൂട്ടിലുള്ള പ്രഷറിനേക്കാളും കുറവായിരിക്കും നമുക്ക് ഔട്ട്ലെറ്റിൽ കിട്ടുന്ന പ്രഷർ എന്നാണ്. സ്പെസിഫിക്കേഷൻസ്. പെർഫോമൻസ് സ്പെസിഫിക്കേഷൻസ്. അതായത് FRL യൂണിറ്റിൻ്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെസിഫിക്കേഷൻ. റെഗുലേറ്റിംഗ് ഓർ അഡ്ജസ്റ്റ്മെൻറ്റ് റേഞ്ച് ഡിക്റ്റേറ്റ്സ് ദ ലിമിറ്റ്സ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് കൺട്രോൾ. അപ്പോൾ അതിൽ പ്രഷർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ റേഞ്ച് എത്ര തൊട്ട് എത്ര വരെയാണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം ഫ്ലോ, അതായത് യൂണിറ്റിലൂടെ പാസ് ചെയ്യുന്ന മാക്സിമം ഫ്ലോ റേറ്റ് എത്ര വരെ ഫ്ലോ റേറ്റ് കൊടുക്കാം. അതായത് എത്ര യൂണിറ്റ് ടൈമിൽ എത്ര വോളിയം വരെ എയർ ഇതിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ്. മാക്സിമം പ്രഷർ റേറ്റിംഗ് refers to the pressure rating for the valve or inlet pressure of the regulator.
അതായത് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ മാക്സിമം ഇൻലെറ്റ് പ്രഷർ, എത്ര പ്രഷർ എയർ അതിൽ സപ്ലൈ ചെയ്യാൻ പറ്റും. ഫിൽട്ടർ മിനിമം പാർട്ടിക്കിൾ സൈസ് റേറ്റിംഗ് applies to FRL assemblies. It is the smallest size particle that will be entrapped by the filter. This rating is an indication of the largest opening in the filter element. അതായത് എത്ര ചെറിയ പാർട്ടിക്കിൾ വരെ ആ എയർ ഒന്ന് ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ മൈക്രോമീറ്റർ. അതർ സ്പെസിഫിക്കേഷൻസ്, റെഗുലേറ്റർ ടൈപ്പ്, അതായത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന റെഗുലേറ്റർ ഹൈ പ്രഷർ ആണോ ലോ പ്രഷർ ആണോ ഏത് ടൈപ്പ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. മീഡിയം, അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയത് എയറിലാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്യാസിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ളതാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് കൺട്രോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റേഞ്ച്. കണക്റ്റേഴ്സ് ഓർ പൈപ്പ് സൈസ്, അതായത് ഫിൽറ്ററിലേക്ക് കൊടുക്കുന്ന ഇൻലെറ്റ് അതുപോലെ തന്നെ റെഗുലേറ്ററിൽ നിന്ന് എടുക്കുന്ന ഔട്ട്ലെറ്റ്. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കാൻ പറ്റിയ പൈപ്പിൻ്റെ അളവ് എത്ര, അതിലിട്ടിരിക്കുന്ന ഹോൾ ഏതാണ്, ഏത് പൈപ്പാണ് അതിൽ കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ബോഡി മെറ്റീരിയൽ, അത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഏതാണ്. എൻവിറോൺമെൻറ്റൽ പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ടെമ്പറേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചിത്രത്തിൽ കാണുന്നത് FRLൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ചാർട്ടാണ്. ഒരു കമ്പനിയുടെ പല മോഡൽസിൻ്റെ സ്പെസിഫിക്കേഷൻ അവർ കൊടുത്തത് ഗൂഗിളിൽ നിന്ന് എടുത്താണ്. അപ്പോൾ അതിൽ കാണാം FRL 2, 3, 4, 5 അങ്ങനെ 4 മോഡലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ സ്പെസിഫിക്കേഷൻ കൊടുത്തത് നോക്കാം. പോർട്ട് സൈസ്, അതായത് അതിൽ കണക്ട് ചെയ്യാൻ പറ്റിയ പൈപ്പിൻ്റെ അളവിനെയാണ് കാണിച്ചിട്ടുള്ളത്. ഫ്ലോ റേറ്റ്, ലിറ്റേഴ്സ് പെർ മിനിറ്റ്. ഫ്ലോ റേറ്റ്, മാക്സിമം ഫ്ലോ റേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. 500, 1700, 3000, 4000 ലിറ്റേഴ്സ് പെർ മിനിറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു മിനിറ്റിൽ 500 ലിറ്റർ, FRL 2 നോക്കുകയാണെങ്കിൽ 500 ലിറ്റർ എയർ അതിൽ പാസ് ചെയ്യിപ്പിക്കാൻ പറ്റും ഒരു മിനിറ്റിൽ. അപ്ലിക്കബിൾ മീഡിയം എയർ ആണ്, ഇതെല്ലാം എയറിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ ടെമ്പറേച്ചർ 60 ഡിഗ്രി സെൽഷ്യസ് വരെ പറ്റുള്ളൂ. ഫിൽട്രേഷൻ നമ്മൾ പറഞ്ഞു 5 മൈക്രോമീറ്റർ വരെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ മാക്സിമം ഇൻലെറ്റ് പ്രഷർ 9 ബാർ. റെഗുലേറ്റഡ് പ്രഷർ അതിൽ കാണാം 9 ബാറാണ് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റിയത്. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് 0.5 തൊട്ടിട്ട് 8.5 ബാർ വരെ കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് 0 തൊട്ട് 9 ബാർ വരെ ഇതിൽ കിട്ടില്ല. അതാണ് ആ റെഗുലേറ്റർ പ്രഷർ റേഞ്ചാണ് തന്നിട്ടുള്ളത്. പിന്നെ മെറ്റീരിയൽ പോളികാർബണേറ്റ് ആണ്. അതുപോലെ ലൂബ്രിക്കൻറ്റ്, നമ്മൾ ലൂബ്രിക്കേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ലൂബ്രിക്കൻറ്റ് എന്ന് പറയുന്നത് ISO VG32, പിന്നെ ഗാർഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മേജറായിട്ട് നമ്മൾ പറഞ്ഞ സ്പെസിഫിക്കേഷൻസിൽ വരുന്നതാണ്. നമ്മൾ സാധാരണ നോക്കിക്കഴിഞ്ഞാൽ ചാർട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്നത് ഇതൊക്കെയാണ്. FRL യൂണിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പം അതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയ ഉണ്ടായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.